ഹായ് ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ബോട്ടിൻ്റെ സൈഡിൽ നിന്ന് അവരുടെ ഏറ്റവും പുതിയൊരു എയർ ഡോപ്സ് അല്ലെങ്കിൽ എയർപോഡ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും പിന്നെ അതിൻ്റെ കുറച്ച് പ്രൈസും പിന്നെ എൻ്റെ ഒരു ഒപ്പീനിയനും ആയിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഒരു 1500 താഴേക്ക് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം വെച്ചാൽ 1500 താഴേക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും ഈ ഒരു എയർ ഡോപ്സിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഇതിൽ രണ്ട് കാര്യങ്ങളുള്ളൂ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഒന്ന് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, രണ്ടാമത്തെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പം നമ്മുടെ ഒന്നാമത്തെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു പുതിയ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് IWP എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ഇത് യൂസ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു IWP എന്ന് പറയുന്ന ടെക്നോളജി എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കേസിനകത്തുനിന്ന് ആ ഒരു എയർ ഡോപ്സ് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു സ്മാർട്ട് ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിൽ ബ്ലൂടൂത്ത് കണക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ അപ്പോൾ തന്നെ അത് കണക്റ്റ് ആയിട്ട് ആ ഒരു മോഡിലേക്ക് മാറുന്നതായിരിക്കും. അതായത് ബ്ലൂടൂത്തും ഈ ഒരു എയർപോഡ്സും തമ്മിൽ കണക്റ്റ് ആകും എന്നുള്ളതാണ് ഈ ഒരു ടെക്നോളജിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല. അവർ പറയുന്നത് നിങ്ങൾക്ക് ആമസോണിൽ നിന്നും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നും പിന്നെ അതല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇത് ബൈ ചെയ്യാം എന്നുള്ളതാണ്. പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതായത് കേസ് അല്ല, ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എയർ ഡോപ്സ് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഡ്രൈവ്സ് എന്ന് പറയുന്നത് 30mm അതായത് 13mm ഒരു ഡ്രൈവാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്പീക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു സ്പീക്കർ കൊണ്ട് നല്ലൊരു സൗണ്ട് ക്വാളിറ്റി നമുക്ക് കിട്ടും എന്നുള്ളതാണ് അവർ അവകാശപ്പെടുന്നത്. അതായത് നല്ല ബേസ് അതുപോലെ ഏത് സോങ് ആയാലും അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു എയർ ഡോപ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത്. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബ്ലൂടൂത്ത് വെർഷൻ എന്ന് പറയുന്നത് 5.1 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വെർഷനാണിത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു IWP ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഒരു 7 മണിക്കൂറാണ് ഇതിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് 7 മണിക്കൂർ എടുത്ത് പ്ലേ ബാക്ക് ടൈം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു കേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കേസ് നിങ്ങൾ ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു എയർ ഡോപ്സ് ഇതിനകത്ത് 3 പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത് Type C ആണ്. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്കിതിനകത്ത് ഒരു 10 മിനിറ്റിൽ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇത് ചാർജിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ്. അതായത് നമ്മളൊരു 10 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 45 മിനിറ്റ് അല്ലെങ്കിൽ 90 മിനിറ്റ് അടുത്ത് നമുക്ക് പ്ലേ ബാക്ക് ടൈം കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സിംഗിൾ ടച്ച് കൺട്രോളിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് ഫുള്ള് ടച്ച് കൺട്രോൾ ആയിട്ടുള്ള ഒരു എയർ ഡോപ്സും കൂടെയാണ്. അപ്പം ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വൈസ് നമുക്ക് നോക്കാനുള്ളത്. അതുപോലെ നമുക്കിതിനകത്ത് 4 കളർ ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓഷൻ ബ്ലൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, പിന്നുള്ളതെന്ന് പറയുന്നത് ഒരു ക്രീം കളറാണ്, പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആണ്, ഇത് കാർബൺ ബ്ലാക്ക് എന്നാണ് പറയുന്നത്, പിന്നെ സ്നോ വൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു 4 കളറാണ് നമുക്ക് ഈ ഒരു മോഡൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1499 രൂപയാണ്, അതായത് 1500 രൂപ. അല്ലാണ്ട് ഇവർ പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ 1299 രൂപ ആവുള്ളൂ പറയുന്നത്. അതുപോലെ തന്നെ ആമസോണിലും ഈ ഒരു സൈറ്റിലും 1499 രൂപ ആവും എന്നുള്ളതാണ് പറയുന്നത്. എന്നാലും നിങ്ങൾ ഏതെങ്കിലും ഒരു ഓഫറിൻ്റെ സമയത്താണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ടോ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ആ ഒരു പ്രൈസിന് വാങ്ങാമെന്നായിരിക്കും. അപ്പം ടോട്ടൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്തായിട്ട് എൻ്റെ ഒരു കുറച്ച് ഒപ്പീനിയൻ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു പ്രൊഡക്റ്റാണ്. അതായത് നമുക്കൊരു 1299 അല്ലെങ്കിൽ 1500 രൂപ റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടെക്നോളജിയും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസിലും എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റ് പ്രൊഡക്റ്റുകളിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1500 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു നല്ലൊരു മോഡലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഇത് ബൈ ചെയ്യാം. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൈറ്റ് യൂസ് ചെയ്യാം. മറ്റ് ഫ്ലിപ്കാർട്ട് അതുപോലെ ആമസോണിലൊന്നും ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഇതുവരെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ നോക്കിയ സമയത്ത് കണ്ടില്ല. ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. അപ്പം നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ നിന്ന് വേണമെങ്കിൽ നേരിട്ട് പർച്ചേസ് ചെയ്യാമെന്നുള്ളൂ താല്പര്യമുള്ളവർക്ക്. ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഓളുന്ന ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.